ശോഭന ശോഭന ഏട്ടനെ വിളിച്ചോ? എന്തു പറ്റി? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തന്നെ വിളിക്കാവുന്നുണ്ടോ? ധനുഷ് എവിടെ? അവനെനിക്ക് ചെറിയ ഉപകാരങ്ങളൊന്നല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി അതിനുവേണ്ടി പുറത്തിറങ്ങിയ അവൻ അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുമായിരിക്കും. ഫ്രണ്ട്സിനെ കാണാൻ പോയി? ഈ വീടിന് പുറത്തിറങ്ങരുതെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ? ഹലോ, വാട്ട്? ഓക്കെ, ഞാൻ വരാം. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തലവേദനയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കലല്ലേ നിന്റെ പൊന്നാല മോന്റെ ഹോബി. ഇപ്പോ ആ ചേരി ഒഴിപ്പിക്കാനാവാൻ പോയിരിക്കുന്നത്. അതിൽ ഇടപെടരുത് ഞാൻ അവരുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാ. അവിടെ എന്തെങ്കിലും നടന്നോ പിന്നെ ഞാൻ എനിക്കൊരു മോനുള്ള കാര്യം അങ്ങ് മറന്നേക്കും. എന്റെ കൃഷ്ണ, ഈ വീടിന് നീ സൗഭാഗ്യങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട്. കുറച്ച് സമാധാനം കൂടി തന്നിരുന്നെങ്കിൽ. എന്റെ ഏട്ടന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളൂ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അയ്യോ, വീട് പൊളിക്കരുത്. ഒന്നും ചെയ്യരുത് പ്ലീസ്. പൊളിക്കരുത്. ഒന്നും ചെയ്യല്ലേ അവരേനെ. തരുന്ന പൈസയും മേടിച്ചിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നല്ലേ? അപ്പൊ എന്റെ മണ്ണെന്നും പറഞ്ഞിരുന്നതല്ലേ? ഈ മണ്ണിൽ തന്നെ ഒടുങ്ങ എല്ലാം കൂടി എല്ലാം ഇടിച്ച് തകർക്കടാ. ഈ മണ്ണി തീരുന്നത് ആരാന്ന് ഈ നരേഷ് നിനക്ക് കാണിച്ചു തരാടാ. മോനെ, എന്തെങ്കിലും പറ്റിയോടാ? അമ്മ മാറിക്ക്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ ചേരുന്നത് തന്നയുടെ വകയല്ല, ഇഷ്ടത്തിന് വന്ന് പൊളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. നിന്റെ തന്നയ്ക്ക് ഞാൻ മുന്നേ വാണി കൊടുത്തോ ചേരി തൊട്ടി കളിക്കരുതെന്ന്. നിന്റെ ഈ ഭീഷണിയിൽ എനിക്ക് ഭയമൊന്നുമില്ല. ഈ തെരുവിൽ കിടന്നിട്ട് ജീവിച്ച നിനക്കിത്ര ഹുങ്കുണ്ടെങ്കിൽ മാളികയിൽ വളർന്ന എനിക്കെത്ര ഹുങ്കുണ്ടാവടാ. നിന്നെ എന്റെ തലക്കറി നിരങ്ങാൻ ഞാൻ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞല്ലേ ഈ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഡാഡ് മിണ്ടായിരിക്കടാ. നീ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീയോട്ട് വരുത്തി വെച്ചിട്ട് പോറയിപ്പിക്കൽ തന്നെ കൊണ്ട്. നരേഷ്, ഈ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല. എനിക്കറിയില്ലായിരുന്നു. തന്തടി മോനെ പൊറാട്ട് നാടകം നന്നായിട്ടുണ്ട്. ഞാൻ അങ്ങ് രസിച്ചു. ദേ, ഈ ചേരി ഞങ്ങളുടെയാ. ഇവിടെ നീ ഈ പേരും പറഞ്ഞ് തന്തയും മോനും കാല് കുത്തിയ വെട്ടിയെടുക്കും ഞാനത്. എനിക്കിനി ഇനി ആവർത്തിക്കില്ല. നിന്നെ പേടിച്ചിട്ടില്ല. നിന്നെ കൊല്ലാൻ എനിക്ക് അധികം നിമിഷം വേണ്ട. പക്ഷെ എന്നെ തളയ്ക്കാനുള്ള തോർപ്പിച്ചിട്ട് നിന്റെ കയ്യിലുണ്ടല്ലോ, അതിനെനിക്ക് ഭയപ്പെട്ടേ പറ്റൂ. വാടാ, കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേ. തരുന്നുണ്ട് നല്ല സമ്മാനം അച്ഛന് മോനെ. ഞാൻ എല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് നിന്നെ ഒന്ന് ഞാൻ. ഒന്നും ചെയ്യല്ലേ, നമ്മുടെ മോനല്ലേ അവൻ. ഡാഡാ, ഞാൻ അങ്ങനെ ചെയ്തത് അവിടെ ഇല്ലാതായി കഴിഞ്ഞാ നമ്മൾ വിചാരിക്കുന്ന പോലെല്ലാം നടക്കില്ലേ? വിഡ്ഢിത്തം പറയാതെ മിണ്ടാതിരുന്നോണം. ഇനി നീ വീടിന് പുറത്തിറങ്ങി പോകരുത്. നാളെ എന്റെ മോള് വരുന്നതല്ലേ, അതോടെ ഞാൻ ഇനിയിപ്പോ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ഞാൻ. നീ പോകത്തേക്ക്. ഇന്നത്തെ എന്റെ ജോലിയുടെ കഴിഞ്ഞു. നിന്റെ കഴിഞ്ഞില്ലേ നാരാ? ഈ ചുവടും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞൂടാ. രാവിലെ കഴിയേണ്ടതായിരുന്നു. അവന്മാരുടെ ആ പ്രശ്നം ഉണ്ടാക്കല് കാരണം ചേരി പൊളിക്കാൻ വന്നില്ലേ. അവന്മാരിവിടെ വന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലാതെ പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കിയേനെ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങല്ലേ, അതുകൊണ്ടായിരിക്കും വാക്ക് തെറ്റിക്കുന്ന പണി ചെയ്തത്. അവൻ ഇനി ഈ ചേരി കാലുകുത്തിയ അവന്റെ രാഷ്ട്രീയം എന്നുള്ള സ്വപ്നം മാത്രമായി തന്നെ ഇരിക്കും. നീ അത് വിട് ചന്തു. നീ വീട്ടിക്ക് വാ. നല്ല കൊഞ്ചു റോസ്റ്റും നല്ല മീൻപുളിയും അതിനനുസരിച്ച് പപ്പടവും നല്ല അച്ചാറും അമ്മ നല്ല വിഭവം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, നീ നിർത്തിന്നു. നീ ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കാതെ എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോ. വയലിപ്പ തന്നെ കപ്പലോടാനുള്ള വെള്ളമുണ്ട്.
കൺമണിയെ ഇതിൽ എത്ര എണ്ണം വേണം? ഒരുപാടെണ്ണം ഇടണോ? കുമാരേട്ട 2 എണ്ണം ഇട്ടാ മതി, ഒരുപാടൊന്നും ഇടല്ലേട്ടോ. സമയം കളയത് ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിക്കാൻ നോക്കണ്ട പിള്ളേരെ. എല്ലാത്തിനും ഞാൻ വേണം. എടാ സൂക്ഷിച്ചു എന്തോ, എന്റെ കയ്യിൽ നിന്ന് ഇത് വീഴത്തൊന്നുമില്ല. കണ്ടില്ലേ, ഞാൻ ഡാൻസ് കളിച്ചാൽ പോലും ഇത് വീഴില്ല. അമ്മായി, ചന്തു, നീ ഇവിടെ ഇരിക്കുന്നുണ്ടോ? വെട്ടി വീഴുന്ന കണ്ടില്ലേ? അമ്മ നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. അമ്മോട് കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി ചോറ് പോലും കരുതാത്തതാ. ഇന്നെന്താ ഒരു കാത്തിരിപ്പ്? എന്നെ വയറ്റിൽ ഇനി സ്ഥലമൊന്നുമില്ല. നീ എന്താ കാട്ടെ, ഇനി നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ചോറാവില്ല, ചൂലായിരിക്കും അമ്മ എടുക്കുന്നത്. ചാർമി, നിന്റെ അസൈൻമെന്റ് വർക്കൊക്കെ കഴിഞ്ഞോ? എനിക്കൊന്ന് തരണടി, കുറച്ച് എനിക്ക് ചെയ്യാനുണ്ട്. ഫുള്ള് കോപ്പിയടിയാണല്ലോ. ഒരാൾ എഴുതിയത് മറ്റൊരാളുടെ അടുത്ത് ചെയ്താ നിനക്ക് രണ്ടുപേർക്ക് തനിച്ച് എഴുതാൻ അറിഞ്ഞൂടെ? കോളേജിന്റെ പടി പോലും കാണാത്ത നീയാണോ ഈ ഡയലോഗ് അടിക്കുന്നത്? ആക്ഷേപിക്കണ്ട നീ കേട്ടോ, ഞാനും കോളേജിന്റെ പടിയൊക്കെ കയറിയിട്ടുണ്ട്. എപ്പോഴാണെന്നാവോ? നിങ്ങളുടെ കോളേജിലെ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് ഇറക്കി കൊടുക്കുന്നത് ഞങ്ങളാ. അപ്പൊ വന്ന് കയറിയിട്ടുണ്ട് നിന്റെ കോളേജിന്റെ പടിയൊക്കെ. ചാർമി, നിനക്ക് വേറെ പണിയൊന്നില്ലേ? നിന്റെ ചേട്ടൻ ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. വളിച്ച കൊമടിയും കൊണ്ട് ഇറങ്ങിയിരിക്കാം. നീ വാടി. ഞാൻ പറഞ്ഞത് പിടിച്ചില്ല രണ്ടുപേർക്കും. പോന്ന പോക്ക് ഉണ്ടല്ലേ. ചന്തു, നീ എന്തിനാടാ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ തല്ലൂടാൻ നിൽക്കുന്നേ? ഇപ്പൊ കണ്ടാലും കീരിയും പാമ്പിന്റെ അന്തിയാ. നീ ഇരുന്ന് കഴിക്കാൻ നോക്ക്. ചന്തു, നാളെ വേറെ എന്തെങ്കിലും ജോലി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോളേജിലത്തെ ക്യാൻറ്റീനിലേക്ക് സാധനങ്ങൾ ഇറക്കാനുണ്ട്. വേറെ എന്തെങ്കിലും ജോലി മോനെ നരാ. എന്തിനാ മോനെ ഇങ്ങനെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് ജീവിക്കാനുള്ള വക നീ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. അച്ഛന് കാണുമ്പോ സങ്കടാവാ. അച്ഛന് ജോലിക്ക് പോവായിരുന്നെങ്കിൽ മോൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് വേണ്ടി മാത്രല്ല അച്ഛാ, ഈ ചേരിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രയത്നിക്കുന്നത്. എനിക്ക് ജോലി ചെയ്ത് മുന്നേറിയേ പറ്റൂ. ചേരി എന്ന് കേട്ട അറപ്പും കറുപ്പായിട്ട് കാണുന്നവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കണം. അവർക്കൊക്കെ നമ്മളൊരു തെറ്റല്ലെന്ന് തെളിയിച്ചു കൊടുക്കണം അച്ഛാ. എത്ര നല്ല നടക്കാത്ത സ്വപ്നങ്ങൾ. ചേരി എന്ന് കേട്ട നമ്മുടെ നാട്ടുകാർക്ക് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും പിന്നെ മറ്റേ പണി ചെയ്ത് നടക്കുന്നവരൊക്കെയാണ് അവന്മാരുടെ വിചാരം. ലോക്കലായിട്ട് നമ്മളെ കാണുന്നുള്ളൂ. അവന്മാരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പോകുന്നത്. എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലടാ. നാളെ എയർപോർട്ടിൽ ഒരു വർക്കുണ്ട്, കുറച്ച് ലോഡ് കയറ്റിക്കൊണ്ടുവരാനുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ പറ്റില്ലെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ശ്രമിച്ച ഈ ലോകത്ത് എന്തും ചെയ്യാൻ പറ്റും. നിനക്കുള്ള ഫുഡ് കഴിക്കേ. മമ്മ, ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു. പ്ലീസ് മമ്മ, നാളെ ദക്ഷ വരുന്നല്ലേ, അവളെ കൊണ്ടുവരാൻ ഞാനല്ലേ പോവാറ്. എനിക്ക് പോകണം. നിന്റെ ഡാഡിയുടെ വാക്ക് തെറ്റിച്ച് എന്താ സംഭവിക്കാന്ന് നിനക്ക് തന്നെ അറിയാലോ. നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ദക്ഷനെ കൊണ്ടുപോകാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡാഡിക്ക് നാളെ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിലുണ്ട്, അവിടേക്ക് പോവാ. മമ്മ എന്താ പറയുന്നേ? അവള് തനിച്ച് എങ്ങനെ വരാനാ? ഇവിടെ അവൾക്ക് അത്ര പരിചയമൊന്നുമില്ല മമ്മ. ഞാൻ പോയി കൊണ്ടുവരാം. നീ ചെയ്ത കാര്യത്തിൽ നീ എന്നെ മമ്മാന്ന് പോലും വിളിച്ചു പോരുത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വളർത്തിയതിന്റെ ദോഷമായിരിക്കും. ദക്ഷനെ കൊണ്ടുവരാൻ നീ പോകേണ്ട ആവശ്യമില്ല, വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൾക്ക് തന്നെ വരാനുള്ള ധൈര്യമുണ്ട്. മമ്മ, എനിക്കറിയാം അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ട്, സ്മാർട്ട്നെസ്സും ഉണ്ട്. പക്ഷെ അതിലേറെ ഉള്ള കയ്യിൽ പൊട്ടത്തരമുണ്ട്. ദക്ഷന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവളുടെ ഡാഡ നോക്കിക്കോളും. നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ നീയായിട്ട് ചെയ്ത കൂടിയ കാര്യങ്ങളുണ്ട്. അവളെ പെട്ടിരിക്കുന്നത് നിനക്കറിയാലോ. അവള് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കി വെച്ചോ. Dad already told me someone take me, but no one here. And where is the vehicle? Dad already sent me vehicle number. Jeep? Hey, driver, what are you doing? Let's go. കൊച്ചി ഏതാ? കൊച്ചിന് ആള് മാറിപ്പോയതായിരിക്കും. ഞാൻ ഡ്രൈവർ ഒന്നല്ല. താൻ പോ. Hey, you waiting for me? Hey, stop it smoking. I don't like that smell. Please. Smoking is injurious us. You don't know that? നരേ, ഇതേതടെ കുട്ടിമരമ? മാം, why here you? What are you doing here? Excuse me, mister. This car already booked my dad. And his man, he
doesn't understand my words. എടാ എന്തുട്ടാടാ ഈ കൊച്ചു ചോദിക്കുന്നേ? ബുക്ക് ചെയ്തതെന്ന് മനസ്സിലായി. നീ ആ കൊച്ചിനെ ബുക്ക് ചെയ്തതാണോടാ? നീ ഈ പരിപാടിക്കൊന്നും നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എടാ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? നീ വല്ലതും ചെയ്തോ അതിനെ? ദേ ചന്തു, എന്റെ കയ്യെന്ന് മേടിക്കുന്നു. എനിക്കറിഞ്ഞൂടാ ഈ സാധനത്തിന് ഇത് എവിടുന്ന് വരുന്നെന്നാവും. കുറെ നേരം വന്നിട്ട് പോവാ, ഡ്രൈവറല്ലേ, വണ്ടി എടുക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു. അല്ല, നീ പറഞ്ഞ ചരക്ക് ഇതാണോ? ഈ ചരക്കാണോ നിനക്ക് കയറ്റാനുള്ളത് വണ്ടിയിൽ? അയ്യോ, ഒരു ചരക്ക് തന്നെയാ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ചരക്ക് ഇതല്ല. ദുബായിൽ നിന്ന് വരുന്ന കുറച്ച് മെറ്റീരിയൽസിന്റെ കാര്യമാണ്. ചരക്കെ കൊച്ചെ, വെറുതെ ദേഷ്യം വെപ്പിക്കാതെ ഇവിടുന്ന് പൊക്കണം. താൻ ഉദ്ദേശിച്ച ആള് ഞങ്ങളല്ല. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. Oh God, I'm already late. Please, let's go. കൊച്ചേന്റെ കയ്യെന്ന് വിട്. ഇത് എവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന്? പെങ്കൊച്ചായിപ്പോയി. വിടറി എന്റെ കയ്യിന്ന്. അല്ല, ഞാൻ വരണ്ടേ? അല്ല, എന്നെ കൂട്ടിട്ട് പോ. നിക്കടാ. Hey, this is not road. Please stop the car. Where are you going? വണ്ടിന്ന് ഇറങ്ങടി. വണ്ടിന്ന് ഇറങ്ങാൻ. നാരാ, നീ ഇത് എന്ത് പൊക്കട പോകുന്നത്? വണ്ടി വല്ലോരുടെ വണ്ടിയാ. അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പൈസ പോലും കൊടുക്കാനില്ല. നീ മിണ്ടാന്നെ. ആദ്യം ഞാൻ ഈ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. എടി, ഇവിടെ ഇറങ്ങടി. I'm not getting out of the car. I need to go home. ഇംഗ്ലീഷില് പാചകരെ കൊച്ചു ഒന്ന് ഇറങ്ങിപ്പോ. ഇവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. No. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന എന്നല്ല, രണ്ട് കിട്ടിയാലേ പഠിക്കൂ. നീ മാറി നിന്ന്. എടി, ഇറങ്ങടി ഇങ്ങോട്ട്. ഇവിടെ വാടി. ഇവിടെ വരാൻ. ഇറങ്ങടി ഇവിടെ. Leave me. Go. ചന്തു, വായി നോക്കിയിരിക്കാൻ അവിടെ കൈ അവിടെ നിന്ന് വെടിയിക്കടാ. എടി വിടടി, ഇങ്ങനെ വാടി. എടതെന്ന് വല്ല ഉടുമ്പോ? പിടിവിടുന്നില്ലടാ. എടി വിടടി വെച്ചേ. ഇന്ന് വാടി മാതാമേ. ഇറങ്ങടി. എടി, അയ്യോ. ഓ, എടി നിക്കടി. ഓ, എന്റെ ചെക്കന്റെ കിടുങ്ങാൻ മണി. പെണ്ണാന്നും വിചാരിച്ചിട്ടോ മര്യാദക്ക് പറഞ്ഞെന്ന്. മര്യാദക്ക് പറഞ്ഞ കേക്കില്ലടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. കൊച്ചേ, നീ പറയുന്ന ആൾക്കാര് ഞങ്ങളല്ല. ഞങ്ങളൊന്ന് പൊക്കോട്ടെ. Hey, you idiots. Do you know who my father? എന്തോന്ന്? എടാ, എന്തോടാ ചോദിക്കുന്നെ? അവളുടെ തന്ത ആരാണെന്ന് അറിയുമെന്നാ ചോദിക്കുന്നത്. അയ്യോ, കൊച്ചിനറിയാൻ വേണ്ടില്ലേ? ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. അറിയാമെങ്കിൽ ഞങ്ങൾ പറഞ്ഞെന്നേനെ. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. You idiot. I should call my dad. Dad, why did they send them to me? To idiots and rascals. Can dad come get me? മോൾ എന്തായി പറയുന്നേ? ജാഡ് അയച്ച ആൾക്കാര് തിരിച്ചിങ്ങ് വന്നിട്ടുണ്ട്. മോൾ ഇത് എവിടെ പോയി കിടക്കുക? What? Oh my God, you idiots. Why did you kidnap me? കൊച്ചെ, രാവിലെ തൊട്ട് നീ എന്റെ തലയിൽ കയറി നൃത്തം ചെയ്തോണ്ടിരിക്കുക. ഈ പെണ്ണ് പറഞ്ഞിട്ടില്ല നമ്മളിവിടെ കിഡ്നാപ്പ് ചെയ്തെന്ന്. Yes, you are a kidnappers. ഏത് വകയിൽ കിഡ്നാപ്പ് ചെയ്തെന്ന്? എടി, ഞങ്ങളാരെയും തട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഞങ്ങളാട്ടിപ്പൊന്നുമല്ല. നീ ചെറുക്കനെ നീ പിടിച്ചോളി കൊണ്ടിരുന്നതേ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. അതും പോരാഞ്ഞിട്ട് അവിടുത്തെ ക്യാമറ കൂടി കണ്ടിടറി. എനിക്ക് കൂട്ടായിട്ട് ക്യാമറയുണ്ട് സാക്ഷി പറയാൻ വേണ്ടി. എടി 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 എടി, നീ അവനെ തട്ടിക്കൊണ്ടുവന്ന് അവന്റെ കിണക്കാമണിക്കിട്ട് അടയം കൊടുത്തിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങൾക്കോ? Take my home. If I don't follow your instructions, I will call the police. പറ്റില്ലടി. നീ ആരോച വിളിക്കടി. നീ ആജ്ഞാപിക്കുന്നു. ഞാൻ നിന്റെ വേലക്കാരനാണോടി? ഓ, അഹങ്കാരത്തിനും മോഡേൺ ഡ്രസ് ഇട്ട് ഇറങ്ങിയിരിക്കുക. പിന്നെ നിന്റെ അഹങ്കാരം എന്റെ മുന്നേ എടുക്കരുത്. അവളുടെ തൊലിഞ്ഞൊരു ഇംഗ്ലീഷ് വർത്തമാനം പറയുന്നതേ മര്യാദയ്ക്ക് മലയാളത്തില്. നീ ഇവിടെ തന്നെ കിടക്ക്. ചന്തു, വാടാ. അതെ, ഞാൻ വരുന്നടാ. Hey, you idiots! You bastards! നാരാ, എന്താണത്? തൊന്തയ്ക്ക് പിറന്നവനാടി ഞാൻ. ഇനി നിന്റെ വായന ഇതുപോലെ എന്തെങ്കിലും വീണ പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ വെറുതെ വിടുന്നത്. തോലെ കയറുന്നോടി നീ എന്റെ. No one has ever hit me. Mama, Dad. അതിന്റെ കുറവ് നിനക്ക് നല്ലോണം ഉണ്ടടി. മലയാളത്തിൽ സംസാരിക്കട്ടെ നീ. I don't know. Why around? Aerotol, please. ഇവിടെ ഞാൻ ഇന്ന് നരാ. അടങ്ങ് കൊച്ചെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാധാന്യം അങ്ങനെ ഇല്ല. മുഖ്യത്തെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. കുട്ടി അത് മലയാളത്തിൽ ഒന്ന് തർജ്ജമ ചെയ്തു തരുമോ? Okay, you don't know much English. I will tell Malayalam. എനിക്ക് ഇവിടുത്തെ വള്ളികളൊന്നും അറിയില്ല. Please help me. I beg you. Please help me. എനിക്ക് ഇവിടുത്തെ വള്ളി അറിയില്ല.
ഷേ അതൊക്കെ പ്രത്യേകിച്ച് അറിയാനുണ്ടോ? അതൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെയല്ലേ? ഗ്യാസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ? ഓ ഇവനെ കൊണ്ട് പൊട്ട വഴിയുടെ കാര്യം അവള് പറയുന്നത്. കുട്ടി അക്ഷരസ്ഫുടയോട് സംസാരിക്കൂ. കുട്ടി പറഞ്ഞത് വഴി എന്നാണ്, അത് അർത്ഥം തെറ്റാണ്. വഴി എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്ക് മുകളിലോട്ടും ള എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്ക് താഴോട്ടുമാണ് വരേണ്ടത്. ഓ വള്ളി. മോളെ പിന്നെ അക്ഷരം മാറി. വഴിയല്ല വഴി. ഴ എന്ന് ഉച്ചരിക്കൂ. വള്ളി. വള്ളി അല്ല വള്ളി അല്ല, അതല്ല വഴി. ഓ എനിക്കും തെറ്റി തുടങ്ങിയല്ലോ. അങ്ങനെ തന്നെ അഭിമാനം, എനിക്ക് അഭിമാനം. എടാ പണ്ഡിതൻ ചന്തു, നീ ഇവളെ മലയാളം പഠിപ്പിക്കാൻ വന്നതാണോ? നമുക്ക് നേരം പോയി തുടങ്ങി. ചരക്ക് അവിടെ എത്തിച്ചില്ലെങ്കിലേ പൈസ കിട്ടില്ല. ക്ഷമിക്കുന്നരാ, അറിയാതെ ഞാൻ മലയാളത്തിന്റെ പിതാവ് എഴുത്തച്ഛനെന്ന് ഓർത്തു പോയി. അദ്ദേഹത്തിന്റെ മലയാളത്തിൽ ഇവളിങ്ങനെ കൊല്ലുന്ന കാണുമ്പോൾ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ. അയ്യോ, മലയാളത്തിനെ കൊല്ലുന്നാണ്ട സഹിക്കാൻ പറ്റാത്ത ഒരുത്തൻ. എടാ മലയാളത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചപ്പോ എഴുത്തച്ഛന് വരും എത്തച്ഛൻ എഴുതി വെച്ചനല്ലേ നീ? അപമാനിച്ചു കഴിഞ്ഞ് നമുക്ക് പോവാം. അല്ല ചരക്കെടുക്കാൻ പോകുമ്പോ ഈ ചരക്കിന് എന്ത് ചെയ്യും? കുറച്ചു നേരമായിട്ട് ഞാൻ ഇതിനെ സഹിച്ചു, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. തനേ പൊക്കോളും. നീ വന്നേ, ഞാൻ പോകുന്നു. പറയുന്ന കേക്ക്. കുട്ടി പേടിക്കൊന്നും വേണ്ട. ഇവിടെ അത്ര കുഴപ്പമുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ കുഴപ്പമുള്ള സ്ഥലത്ത് എന്തായാലും കുട്ടീനാക്കിയിട്ട് അവൻ പോവില്ല. ഞാൻ പോകുന്ന വഴിക്ക് വല്ല വണ്ടിയും കാണുകയാണെങ്കിൽ പറഞ്ഞു വിടാം. താൻ അതിൽ കയറി പൊക്കോണം. പേടിക്കണ്ട കേട്ടോ, അവൻ താൻ എന്തായാലും കൊണ്ടാക്കില്ല. മോനെ ധനുഷ്, ഹൗസ് അറസ്റ്റിലാണോ? അങ്കിളിനെ ഞാൻ താഴെ കണ്ടിരുന്നു. ശ്യാമേ, വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. ഡാഡ താഴ്ത്തുണ്ടോ? നീ വരുന്ന സമയത്ത് കിങ്ങിനെ വല്ലതും കണ്ടിരുന്നോ? കിങ്ങിനെ വരുന്നുണ്ടോന്ന്? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ ആളിനെ. വന്നിട്ടില്ലെന്ന് തോന്നുന്നു. താഴെയില്ല, അങ്കിളും ആൻറ്റി മാത്രമേ ഉള്ളൂ. അവള് വന്നില്ലേ? ടൈം ഒരുപാടായല്ലോ. അല്ല, ഇവിടെ എന്താ കരഞ്ഞോണ്ട് വരുന്നത്? എടാ ശ്യാമേ, നീ വാ. കിങ്ങിണി, ഇതെന്ത് പോലും? കിങ്ങിണി മോളെ, എന്താ പറ്റിയത്? നീ ഇത് ഇത്ര നേരം വൈകിയത്? അച്ഛനെ അയച്ചിരുന്ന ആൾക്കാരെ നീ കണ്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്താ നീ ഇങ്ങനെ കരയുന്നേ? പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് വഴി മാറിപ്പോയി. നമ്മുടെ കിങ്ങിനെ കുട്ടി മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. എന്ത് പറ്റി? അല്ലെങ്കിൽ മലയാളം നാവിൻ വരെയൊക്കെ വരാത്ത ആളാ നീ. മമ്മ ഒന്നും മിണ്ടാതെന്നെ. അവൾ എങ്ങനെ സംസാരിച്ചാൽ എന്താ? മോളെ, നിനക്ക് കുഴപ്പമൊന്നുമല്ലല്ലോ. ഈ ചെന്നവരും ഫ്രഷ് ആയിട്ട് വരുന്ന കഴിക്കാൻ വാ. ചെല്ലേ. ധനു, കിങ്ങിനിക്ക് കോളേജ് ഉള്ളതല്ലടാ. അവളെന്താ ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കണ ഈ കാലത്ത്? ഈ സമയത്ത് അവൾ നാട്ടിൽ വരാറില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവൾക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ അവളിനി മുതൽ നാട്ടിലാവും പഠിക്കുന്നുണ്ടാവാ. ഡാഡിയുടെ തീരുമാനാ, എന്താന്ന് എനിക്കറിയില്ല. മോളേക്ക് ഇങ്ങനെ മോളോട് ഡാഡ് നാട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? മോൾ ഇനി മുതൽ നാട്ടിൽ പഠിച്ചാൽ മതി. ഡാഡി ഇവിടുത്തെ കോളേജിൽ മോൾക്ക് അഡ്മിഷൻ എടുത്തരാം. I don't want to study here, Dad. I don't like here. Please, Dad. Mom, Tanush. പഠനത്തിന് വേണ്ടി മാത്രമല്ല മോളെ ഡാഡി പറയുന്നത്. കിങ്ങിണി, മോളുടെയും ധനുഷിന്റെയും കല്യാണം ഡാഡി ഉറപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന നെക്സ്റ്റ് വീക്കിലാ മാരേജ്. What made my father agree to my marriage? Dad, I'm your little girl, little baby. I'm small, Dad. Very, very small. I'm 21, Dad. മോളെ, നീ ഇതിന് സമ്മതിച്ചേ പറ്റൂ. ധനുഷിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെയും കൂടി കല്യാണം നടക്കണം. അച്ഛന് വേറെ വഴിയില്ല എന്നിട്ടാ. Dad, I'm not agree with this marriage. Dad, marriage is responsibility. I'm not responsible person. Dad, husband, mother-in-law,
ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ. ഐ എം നോട്ട് റെസ്പോൺസിബിൾ ദിസ് ഓർ കുക്കിംഗ് ആൻഡ് ബേബി. ഡാഡ്, ഐ എം ഓൾറെഡി ഒരു ചൈൽഡ്. കിങ്ങിണി, ഞാൻ ഈ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നെക്സ്റ്റ് വീക്കിൽ തന്നെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് മുടക്കാനുള്ള വഴി തപ്പി പോണ്ട. ഞാനിത് നടത്തുന്നു പറഞ്ഞാ നടത്തിയിരിക്കും. കിങ്ങിണി മോളെ, എന്താ ഒന്നും കഴിക്കാതെ? ഇത് നാണിയമ്മ ഫ്രഷ് ആയിട്ട് അടിച്ച ജ്യൂസാ. അയ്യോ മോളെ, ക്ഷമിക്കണം. സ്റ്റുപ്പിഡ്. കിങ്ങിണി, എന്താടി ചെയ്തത്? നിന്റെ ഡാഡിയോടുള്ള ദേഷ്യം നീ മറ്റൊരിടത്ത് തീർക്കാണോ? അവരുടെ പ്രായത്തിലെങ്കിലും റെസ്പെക്ട് ചെയ്യണ്ടേ? നിന്നെക്കാട്ടി എത്ര മൂത്തതാ. നിന്നെ എടുത്ത് വളർത്തിയത് തന്നെ അവരാ. ക്ഷമ ചോദിക്കട്ടെ കാർത്തനമ്മോട്. നെവർ എവർ. കിങ്ങിണി, മമ്മി എന്തിനാ അവളോട് ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുന്നത്? ഇവരിവിടുത്തെ ഒരു ജോലിക്കാരി മാത്രമല്ലേ, അതിനനുസരിച്ച് നിന്നാ മതി. ശോഭക്കുഞ്ഞ്, അവരൊന്നും പറയണ്ട. കുട്ടികളല്ലേ അവര്. പോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല കുഞ്ഞെ. ഒന്നും പറയല്ലേ. രണ്ടിനും പണത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്ക. എന്താ പറയുന്ന ചെയ്യുന്നെന്ന് രണ്ടിനും അറിയുന്നില്ല. ഞാൻ വളർത്തിയതിന്റെ ദോഷമുണ്ട്. കാർത്തനമ്മ, അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. ശോഭക്കുഞ്ഞെ, അതൊന്നും വേണ്ട. അവരെന്റെയും കൂടി കുട്ടികളല്ലേ.